ഹായ് ഹലോ, ഐ എം ഡാലിയ, മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് സ്റ്റുഡൻറ്റ് കോച്ച്. ഇന്ന് നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഇന്ന് 6ാമത്തെ ദിവസമാണ്. ഈ 6 ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഈ ചെവിയിൽക്കൂടെ ഇട്ട് ഈ ചെവി കൂടെ കളയാൻ വേണ്ടിയിട്ടുള്ളതല്ല. നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. മക്കളെ, നിങ്ങൾ ഇന്ന് രാവിലെ എണീറ്റ് എത്ര പേര് ഡിക്ലെയർ ചെയ്തു? ഞാൻ 4ാമത്തെ എപ്പിസോഡിലോ മറ്റോ പറഞ്ഞിരുന്ന ഒരു കാര്യം, നമ്മൾ രാവിലെ എണീറ്റ് നമ്മളോട് തന്നെ പറയാം, നമ്മുടെ പേര് ചൊല്ലി പറയണം. എന്താ? യു ആർ സൂപ്പർ, നിങ്ങൾ അടിപൊളിയാണ്, നീ നിൻ്റെ ഗോളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഗോൾ നീ നേടുന്നോടം വരെ നീ ഒരിക്കലും പുറകോട്ട് പോകരുത്. നീ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിയിരിക്കണം. അതിനുവേണ്ടി നീ ഓരോ ദിവസവും ഓരോ ആക്ഷൻ എടുത്തിരിക്കണം. ഐ ആം ലേണിംഗ് ആൻഡ് ഐ ആം ഗ്രോയിങ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെറിയ സ്റ്റെപ്പ് എടുത്താൽ മതി. നിങ്ങൾ വലിയ സ്റ്റെപ്പിലേക്കൊന്നുമല്ല പോകണ്ടേ. ചെറിയ സ്റ്റെപ്പുകളാണ് മക്കളെ വലിയ അബണ്ടൻസിലേക്ക് എത്തുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു ഡിസ്ട്രാക്ഷൻ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, എനിക്ക് അടുത്ത മാസം കോൺവെക്കേഷനാണ്. ഞാൻ പറഞ്ഞു, ഞാൻ സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. അപ്പം ഞാനിപ്പം ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് കുറേ അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതിലെല്ലാം ഡിസ്ട്രാക്റ്റഡ് ആയതുകൊണ്ട് ഞാൻ പുതിയൊരു സ്റ്റാഫിനെ അവിടെ വെച്ചു. അപ്പോൾ ഇപ്പോൾ അവരെല്ലാ കാര്യങ്ങളും കുറേയൊക്കെ നോക്കുന്നുണ്ട്. എനിക്ക് കുറച്ചും കൂടെ സമയം പഠനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നു. അത് ഞാൻ എന്നെ തന്നെ എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ഒരു ആക്ഷനാണ്. അതുപോലെ നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻ എന്താണെന്ന് മക്കൾക്കറിയാലോ. അതിനെ നിങ്ങൾ മാറ്റുക. നിങ്ങളിപ്പം വീട്ടിൽ സിറ്റുവേഷൻ ഇല്ലേ, അതനുസരിച്ച് സിറ്റുവേഷൻ നിങ്ങൾ ചേഞ്ച് ചെയ്യുക. നിങ്ങളുടെ അനിയനും അനിയത്തിയൊക്കെ നിങ്ങളെ വല്ലാണ്ട് ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ടോ, അതനുസരിച്ച് ഒന്നെങ്കിൽ റൂമിലോട്ട് കയറി കഥ അടച്ചിരിക്കുക, ഇല്ലെങ്കിൽ അവരെയും കൂടെ കൂട്ടത്തിലിരുത്തി പഠിപ്പിക്കുക. പിന്നെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ, ആ പ്രശ്നങ്ങളെ നിങ്ങൾ തന്നെ പരിഹരിക്കണം. നിങ്ങളുടെ ലൈഫിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. എന്നിട്ട് നിങ്ങളുടെ ഗോളിനെ അച്ചീവ് ചെയ്യാനായിട്ട് എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ട് ഡിക്ലെയർ ചെയ്യണം, ഞാൻ അത് എത്തിയിരിക്കും, ഞാനത് നേടിയിരിക്കും. അതാണ് നമ്മളൊരു കാര്യം ഉറപ്പിച്ച് മനസ്സ് വെച്ചിട്ട് അങ്ങോട്ട് തുടങ്ങിയാൽ അത് നമ്മൾക്ക് നേടാൻ പറ്റും. അപ്പം നിങ്ങളുടെ ഏത് ഡിസ്ട്രാക്ഷനാണോ അതിനെ നിങ്ങൾ ഒഴിവാക്കുക. എന്നിട്ട് ഏത് ഡിസ്ട്രാക്ഷനാണോ അതിനെ കംപ്ലീറ്റ്ലി മാറ്റുക. നന്നായിട്ട് പഠിക്കുക. അടിപൊളിയായിട്ട് ഇപ്പോൾ തുടങ്ങിയാൽ മതി. നിങ്ങൾക്കും അബണ്ടൻസിലേക്ക് എത്താം. നിങ്ങൾക്കും ഓരോരോ ചെറിയ ആക്ഷൻ എടുത്ത് നിങ്ങളും എത്തും. എവിടെ? നമ്മൾ ഡിസംബർ 31 ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ആക്ഷൻ ഞാൻ പറഞ്ഞു, നിങ്ങൾ റിസൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ആ റിസൈറ്റ് കണ്ടിന്യൂ ചെയ്യുക, കൺസിസ്റ്റൻസിയിലൂടെ അത് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കും ഓക്കെ ആവും. ശരി, നാളെ കാണാം പുതിയ ടിപ്പുമായിട്ട്.